ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലൻ നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ചൂടത്ത് നമ്മളെല്ലാവരും നാരങ്ങ വെള്ളം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സീക്രട്ട് ചേരുവ കൂടി ചേർത്ത് നോക്കൂ. ടേസ്റ്റ് മാറി മറിയും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കേൻ്റെ കുരു ഇട്ടെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇട്ടുകൊടുക്കുന്നത്. ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണമായിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ നാരങ്ങ വെള്ളത്തിനെ സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ടും കളർഫുൾ ആക്കാനും വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുന്നത് മാവിലയാണ് കേട്ടോ. അപ്പോൾ മാവില ഞാനിപ്പോൾ ഇവിടെ 6 ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ കളർ വേണ്ടത് അതിനനുസരിച്ച് വേണം ഇട്ടുകൊടുക്കാൻ. ഒത്തിരി ഇട്ടുകൊടുക്കരുത് കേട്ടോ, അപ്പോൾ കയ്പ്പുണ്ടാവും. നമ്മൾ മാവില ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവറിനും കളറിനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ കുറച്ചൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 ഇല മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 6 ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇലയുടെ ഞെട്ടി കളഞ്ഞിട്ട് ഇല മാത്രം ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാവിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം. നമുക്ക് എത്രയാണോ നാരങ്ങ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് ചേർത്താലും മതി കേട്ടോ. പെട്ടെന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല കളറ് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ വെറും 6 ഇല മാത്രമാണ് ഇട്ട് കൊടുത്തത്. അതും ചെറിയ ഇലയാണ്, മൂത്ത ഇല ഒന്നും എടുക്കരുത്, കുറച്ച് ഇളയ ഇല നോക്കി എടുക്കാവും നല്ലത്. അപ്പോൾ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാരങ്ങ നീരാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഒരു നാരങ്ങയുടെ നീരാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ നാരങ്ങ വെള്ളത്തിനനുസരിച്ചിട്ട് വേണം നാരങ്ങ നീരൊക്കെ ചേർക്കാൻ. അപ്പോൾ നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ നാരങ്ങ വെള്ളം സെർവ് ചെയ്യുന്നത് കുറച്ച് സ്പെഷ്യലായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നാരങ്ങ വെള്ളം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാരങ്ങ നീര് എടുത്തിട്ട് നാരങ്ങേൻ്റെ തൊണ്ടുണ്ടല്ലോ, അതുകൊണ്ട് ഗ്ലാസിൻ്റെ ചുറ്റും ഒന്നിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ് ഇനി ഷുഗറിലൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഗ്ലാസ്സുമ്പോൾ ഷുഗർ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ കാണാനൊരു ഭംഗിയാണ്, അതിന് വേണ്ടി മാത്രമാണ് കേട്ടോ. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. ഒരു 4-5 ഐസ് ക്യൂബാണ് ഓരോ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല കൂളായിട്ട് തന്നെ നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാം. അപ്പോൾ നല്ല ഗ്രീൻ കളറിലുള്ള നല്ല മാവില ഫ്ലേവറിലുള്ള നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ സാധാരണ നാരങ്ങ വെള്ളം കൊടുക്കുന്നതിന് പകരം നമ്മുടെ മുറ്റത്ത് മാവില ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കാണാനും നല്ല ലുക്കാണല്ലോ. പിന്നെ മാവില ആയതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയെ തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ള് കാണുക, എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്